അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാന്യ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം സവാളയെപ്പറ്റിയാണ്, ഉള്ളിയെപ്പറ്റിയാണ്. ഈ ഉള്ളിയുടെ പേര് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 61-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന് വലിയ പ്രത്യേകത ഉണ്ട് എന്ന്. അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ചോദിച്ചു ഉള്ളിയെപ്പറ്റി. അവർ പറഞ്ഞു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവസാനമായി കഴിച്ച ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ ഉള്ളിയുടെ ചേരുവയും ഉണ്ടായിരുന്നു, ഉള്ളിയും ഉണ്ടായിരുന്നു എന്ന്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ ഗന്ധത്തെ വെറുത്തിരുന്നു, അതിനെ കഴിച്ച് പള്ളിയിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അത്തരം വെളുത്തുള്ളിയോ ഉള്ളിയോ കഴിച്ചിരുന്നില്ല. കാരണം അതിൻ്റെ ഗന്ധം, മണം കൊണ്ട് അത് അത്ര സുഖകരമല്ലാത്ത മണമാണ്. എങ്കിലും അതിനെ വേവിച്ച് കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവസാനം കഴിച്ച ഭക്ഷണത്തിൻ്റെ ആ കൂട്ടത്തിൽ ഉള്ളി വേവിച്ചിട്ട് ഉണ്ടായിരുന്നു എന്നല്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും അങ്ങനെ വേവിക്കാതെ കഴിക്കുകയില്ല, പാകം ചെയ്യാതെ കഴിക്കുകയില്ല. ചുരുക്കത്തിൽ അതിന് വലിയ പ്രത്യേകത ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഈ ഉള്ളിയെപ്പറ്റി ബുഖാരി ഷരീഫിലും അബൂദാവൂദിലും ഇബ്നു മാജയിലും ഹദീസുകൾ കാണുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലുമുണ്ട്, ഹദീസുകളിലും ഉണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ പ്രത്യേകതകൾ ചുരുക്കത്തിൽ നന്നായി മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ആരോഗ്യ ഫലങ്ങൾ വളരെ വലുതാണ്. അതിൻ്റെ ഘടകങ്ങൾ അതിലടങ്ങിയ കാർബോഹൈഡ്രേറ്റ്, ഷുഗർ, ഫൈബേഴ്സ്, പ്രോട്ടീൻ, വൈറ്റമിൻ B1, B2, B3, B5, B7 ആൻഡ് വൈറ്റമിൻ C, കാൽസ്യം, അയൺ, മഗ്നീഷ്യം, മാംഗനീസ്, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സോഡിയം, സിങ്ക്, സെലനിയം, വൊലറ്റൈൽ ഓയിൽ, സൾഫർ, ഇങ്ങനെ തുടങ്ങി അതിലടങ്ങിയ ഘടകങ്ങൾ അനേകം ഉണ്ട്. ഈ ഓരോ ഘടകങ്ങൾക്കും ഒരുപാട് വ്യത്യസ്തമായ ആരോഗ്യപരമായ ഫായിദകളുണ്ട്. ഇന്ന് ശാസ്ത്രം പറയുന്നത് അതിന് ഒരുപാട് ബെനിഫിറ്റ്സുകൾ, അതിൻ്റെ മെഡിക്കൽ ഫലങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പഴയകാലത്തുള്ള പ്രാചീന ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനും ലോകത്തിൽ അറിയപ്പെടുന്ന ഡോക്ടറുമായ ഇബ്നു സീന ഇതിൻ്റെ ഫലങ്ങളെപ്പറ്റി, ഔഷധ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. തിബ്ബുൻ നബവിയിൽ, ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയുടെ തിബ്ബുൻ നബവിയിൽ ഇതിൻ്റെ ഫായിദകളെപ്പറ്റി അദ്ദേഹം വ്യത്യസ്തമായ ഫായിദകളെപ്പറ്റി അനേകം എഴുതിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇന്ന് ശാസ്ത്രം പറയുന്നത് നമ്മുടെ ദഹനത്തിന് അതിനെ ശക്തിപ്പെടുത്താൻ വളരെ നല്ലതാണ്. ഇന്ദ്രിയത്തിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനും വളരെ നല്ലതാണ്. ഇന്ദ്രിയം, മനി കുറയുന്നത് അത്ര സുഖകരമല്ല. അതിൻ്റെ ഉൽപാദനം കൂട്ടാൻ വളരെ നല്ലതാണ്. ഈ കഫങ്ങളെ അലിയിക്കാനും വളരെ നല്ലതാണ്. ശർക്കരയുടെ കൂടെ ഈ ഉള്ളി കഴിച്ചാൽ കഫം അങ്ങ് അരിഞ്ഞു പോകും. നമ്മുടെ വയറ്റിനെ ശുദ്ധീകരിക്കാനും നല്ലതാണ്. കൊഴുപ്പുകളെ, കൊളസ്ട്രോൾ, ട്രൈഗ്ലൈസറൈഡ്സ് പോലെയുള്ള കൊഴുപ്പുകളെ കുറക്കാനും വളരെ നല്ലതാണ്.
മഞ്ഞപ്പിത്തത്തിന്, ജോണ്ടിസിന് വളരെ നല്ലതാണ്, ചുമക്കും നല്ലതാണ്, അതേപോലെ തന്നെ ജലദോഷം, കോൾഡ് ഇവകൾക്കൊക്കെ നല്ലതാണ്, മുടി കൊഴിച്ചലിനും വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നാം പറയുന്ന പാലുണ്ണി എന്നൊക്കെ പറയുന്നില്ലേ, അതിനും വളരെ നല്ലതാണ്. അതിൻ്റെ കൂടെ ഉപ്പ് ചേർത്ത്, ഇവയുടെ കൂടെ ഉപ്പ് ചേർത്ത് അതിൻ്റെ ജ്യൂസ് മിക്സ് ചെയ്ത് അതിൽ വന്ന് അപ്ലൈ ചെയ്യുക, പുരട്ടുക. അത് ഇല്ലാണ്ടാകാൻ വേണ്ടി വളരെ നല്ലതാണ്. ഇങ്ങനെ അതേപോലെ തന്നെ വൈറ്റ് സ്പോട്സ് കാണാൻ, ചില നമ്മുടെ ചർമ്മങ്ങളിൽ വെളുത്ത കലകൾ, അതിനൊക്കെ ഉപ്പ് ചേർത്ത് അവിടെ ഒന്ന് അതിൻ്റെ ചാറ്, അതിൻ്റെ ജ്യൂസ് അപ്ലൈ ചെയ്യുക. കൂടാതെ അപസ്മാരം പോലെയുള്ള രോഗങ്ങൾക്കും ഇത് യൂസ് ചെയ്താൽ വളരെ നല്ലതാണത് കുറയാൻ. അതേപോലെ വാക്കാനം, ഛർദി ഇവകൾക്കൊക്കെ ഇത് കഴിച്ചാൽ അതിന് ശമനമുണ്ടാകും എന്ന് ശാസ്ത്രം പറയുന്നു. ഇത് നാം കൂടുതൽ നമ്മുടെ കറിയുടെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കേണ്ടതും. കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിക്കുക. പിന്നെ അത് കൂടുതൽ ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഈ സവാള, ഉള്ളി കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. കാരണം അതിൽ മൈഗ്രെയിന് എന്ന് പറയുന്ന തലവേദന വരാനും സാധ്യതയുണ്ട്. കൂടാതെ നമ്മുടെ ഓർമ്മശക്തിക്ക് കുറവ് വരാനും സാധ്യതയുണ്ട്. കൂടാതെ ഫ്ലാറ്റുലൻസ്, നമ്മുടെ കീവായു അത് കൂടുതലായിട്ട് പോകാനും ഇങ്ങനെയൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അത് പ്രത്യേകിച്ച് പച്ച വേവിക്കാത്ത ഉള്ളി കഴിക്കരുത്. പ്രത്യേകിച്ച് അത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത് കൂടുതൽ കഴിച്ചാലുള്ള പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഡയോറിയ ഉള്ളവർ, അതിസാരം, വല്ലാത്ത വയറിളക്കം ഉള്ളവർ ഇത് കഴിക്കരുത്, ആ സമയത്ത് കഴിക്കരുത്. അതുപോലെ തന്നെ ഈ രക്തസ്രാവം, കൂടുതലായിട്ട് രക്തം പോകുന്ന എന്തുകൊണ്ടെങ്കിലും ബ്ലീഡിങ് ഡിസോർഡർ ഉള്ളവരും ഇത് കഴിക്കുന്നത് ഒരിക്കലും നല്ലതല്ല, ഉള്ളി. അതേപോലെ തന്നെ ഈ ദാമ്പത്യ ജീവിതത്തിലുള്ള സെക്സ്വൽ വീക്ക്നെസ് അത് ഉള്ളവര്, ലൈംഗിക കുറവുകൾ ഉള്ളവര് ഇത് കഴിക്കരുത്, പിന്നെയും കുറയും. അതുകൊണ്ട് ഇത് കഴിവതും കറിയിൽ ഉപയോഗിക്കണം. ഇത് പണ്ടുകാലം മുതൽ ഏത് രാജ്യങ്ങളിൽ പോയാലും ഉള്ളി ഏകദേശം ഉപയോഗിക്കാത്ത രാജ്യങ്ങൾ വളരെ കുറവാണ്. നമ്മുടെ കറിയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഉള്ളി എന്നുള്ളത്. പിന്നെ അതിന് നാം പാകം ചെയ്യുന്ന അതിലുള്ള കുറവുകൾ, ചില പാകം ചെയ്യുമ്പോൾ നാം കൂടുതലായി എണ്ണയിൽ വറുത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. എണ്ണയിൽ പലതും വറുക്കുമ്പോഴേക്ക് പലതിനും അതിൻ്റെതായ ദോഷങ്ങൾ കാണുന്നുണ്ട്. കൂടുതലായി നാം ഇത് കൂടുതലായി ഉപയോഗിക്കുന്ന നന്നല്ല എങ്കിലും നാം സാധാരണയായി ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരുപാട് ആരോഗ്യങ്ങൾക്ക് വളരെ നല്ലതാണ്. ഇങ്ങനെ നമുക്ക് ഒരുപാട് ഇതിനെപ്പറ്റി പറയാനുണ്ട്. കാരണം ഇതിനെപ്പറ്റി ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ പോലെയുള്ളവർ അവരുടെ തിബ്ബുൻ നബവി എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിൽ ധാരാളം ഇതിൻ്റെ ഫായ്ദകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ഏത് പച്ചക്കറികളിലും ഫായ്ദകളുണ്ട്. ചിലപ്പോൾ അതിൽ ചില സൈഡ് എഫക്റ്റുകളും ഉണ്ട്. അത് എന്ന് അറിയൽ വളരെ നല്ലതാണ്. ആ സമയത്ത് അത് പറ്റാത്ത സമയത്ത് അല്ലെങ്കിൽ അത് എത്ര കഴിക്കണം എന്ന് അറിയാതെ
അത് ഉപയോഗിക്കരുത്. ഇങ്ങനെ നമുക്ക് ഈ നമ്മുടെ പച്ചക്കറികളെ പറ്റി കറിയിൽ ഉപയോഗിക്കുന്ന സാധാ നമ്മുടെ ഭക്ഷണങ്ങളിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെപ്പറ്റി ഒന്ന് അറിഞ്ഞിരിക്കൽ വളരെ നല്ലതാണ്. അതാണ് പരിശുദ്ധ ഖുർആനൊക്കെ അതിനെപ്പറ്റി ചൂണ്ടിയത്. നിങ്ങളതിനെപ്പറ്റി അറിയണം. ഹദീസുകളിലൊക്കെ അതിനെപ്പറ്റി വന്നത് അതിനെപ്പറ്റി നിങ്ങൾ അറിയണം എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അല്ലാഹു തആല നമുക്ക് നല്ലത് ചെയ്യുവാനും നല്ലത് പറയുവാനും കേൾക്കുവാനും ജനങ്ങൾക്കൊക്കെ നല്ലത് ചെയ്യുവാനും തൗഫീഖ് നൽകട്ടെ. ആമീൻ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.